ഇനി ഇടുക്കിയിലേക്ക് വരാം. അതിരുവിട്ട വിനോദം ഇടുക്കിയിലാണ് നടന്നത്. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിൽ വിനോദസഞ്ചാരികളുടെ അപകടയാത്ര. ഓഫ് റോഡ് ജീപ്പിലാണ് അപകടകരമായ രീതിയിൽ ആളുകളെ കയറ്റി ഓടുന്നത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കിയിൽ ഇതിനു മുമ്പും സമാനമായ വാർത്തകളും ഒക്കെ വന്നിരുന്നു. ഇതിപ്പോൾ ഇത്തരം യാത്രയ്ക്ക് വേണ്ടി ഇവർ പ്രത്യേകം പണം അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്ന് ഈടാക്കുന്നുണ്ടോ, അതോ ഇത് ഏതെങ്കിലും സ്വകാര്യ ജീപ്പിലാണോ ഇത്തരം സഞ്ചാരം നടന്നത്? ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഇതേത് വാഹനമാണ് തുടങ്ങിയതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ സുബിൻ തോമസ്? തീർച്ചയായും അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളത്തേക്ക് സഞ്ചാരികളുമായി വിനോദസഞ്ചാരികളുമായി ട്രക്കിങ്ങിന് പോയ ജീപ്പാണ്. ജീപ്പ് സഫാരി സ്ഥിരമായി നടത്തുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു സാഹസിക യാത്ര ജീപ്പിൽ അനുവദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇതൊരു കമാൻഡർ ജീപ്പാണ്. കമാൻഡർ ജീപ്പിന്റെ വശങ്ങളിൽ രണ്ട് വശങ്ങളിൽ തൂങ്ങിക്കിടന്നും അതോടൊപ്പം തന്നെ ഈ പിന്നിൽ പോകുന്ന ജീപ്പിന്റെ ടോപ്പിൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഏതാനും ആളുകൾ ഇരുന്നൊക്കെ വലിയ സാഹസികമായി തന്നെ അവർ ഈ റോഡിലൂടെ പോകുന്നു. വാഹനം അമിത വേഗതയിലാണ് ഈ വാഹനം അതിലെ കടന്നു പോകുന്നതും. ഒരു വളവാണ്. എപ്പോൾ വേണമെങ്കിലും അവർ അപകടം ഉണ്ടാകുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകും. ഈ പോകുന്ന വഴിക്ക് വാഹനം ഒന്ന് ബ്രേക്ക് ചവിട്ടിയാൽ ഈ മുകളിലിരിക്കുന്ന ആളുകളെല്ലാം തന്നെ റോഡിലേക്ക് പതിക്കുകയും പുറകിൽ വരുന്ന വാഹനത്തിൽ അല്ലെങ്കിൽ ഈ പോകുന്ന വാഹനത്തിനിടയിൽ പെടാനുള്ള സാധ്യതകളെല്ലാം തന്നെ അത്രത്തോളം അപകടകരമായ രീതിയിലാണ് അവർ ആ ഒരു യാത്ര അവിടെ നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെ നിന്ന് എത്തിയ സഞ്ചാരികളാണ് ഇത്തരത്തിൽ ആ ഒരു അപകടയാത്ര നടത്തിയതെന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും നാളുകളായി സമാനമായ രീതിയിൽ കാറിലും അതോടൊപ്പം തന്നെ ഈ ജീപ്പുകളിലും എല്ലാം തന്നെ ഇത്തരത്തിൽ സാഹസിക യാത്ര നിരന്തരമായി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധി കഴിയുമ്പോൾ ആ പരിശോധനകളെല്ലാം അവസാനിക്കുകയും പിന്നീട് വീണ്ടും പഴയ പടി തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും മൂന്നാറിനുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ ഒരു പരിശോധന ഈ മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ ഊർജിതമാക്കണമെന്നൊരു ആവശ്യമാണ് നിലവിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. മൂന്നാറിലാണ് ലക്ഷ്മി എസ്റ്റേറ്റിൽ വിനോദസഞ്ചാരികളുടെ അപകട യാത്ര. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഓഫ് റോഡ് ജീപ്പിലാണ് അപകടകരമായ രീതിയിൽ ആളുകളെ കുത്തിക്കയറ്റി ഓടിക്കുന്നത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ആണ് നമുക്കൊപ്പം ചേർന്നത്.